നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം മണ്ഡലത്തിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും കുന്നമംഗലം ഗ്രാമപഞ്ചായത്തും LDFനും UDFനും ഒരുപോലെ നിർണായകമാകും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ LDFും UDFും പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഈ രണ്ട് പഞ്ചായത്തുകളാണ് ഇരു മുന്നണികൾക്കും നിർണായകമാകുക എന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം മണ്ഡലത്തിലെ ഒളവണ്ണ പഞ്ചായത്തും കുന്നമംഗലം പഞ്ചായത്തും LDFനും UDFനും നിർണായകമായേക്കും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ LDFും UDFും പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. പ്രചരണത്തിൽ ആദ്യഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി മുന്നിലായിരുന്നെങ്കിലും അവസാന ലാപ്പിൽ UDFന് ഒപ്പമെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. 2007 മണ്ഡല പുനർവിഭജനത്തിനു ശേഷം ഇടതുപക്ഷ സ്വഭാവം പ്രകടമാക്കുന്ന മണ്ഡലമാണ് കുന്നമംഗലം. ജില്ലയിൽ BJPക്ക് പരമ്പരാഗതമായി കൂടുതൽ വോട്ട് ലഭിക്കുന്ന മണ്ഡലങ്ങളിലൊന്നുകൂടിയാണ് കുന്നമംഗലം. 2016 BJP ഏറ്റവും ഉയർന്ന 18.13% വോട്ട് നേടിയപ്പോൾ 2021 അത് 14.28% കുറഞ്ഞു. 2011 PT റഹീം മണ്ഡലത്തിൽ ആദ്യമായി മത്സര രംഗത്തിറങ്ങിയത്. അന്ന് 10 വർഷം മണ്ഡലത്തിൽ ശക്തമായ ജനകീയ സ്വാധീനമുണ്ടായിരുന്ന UDFൻ്റെ UC രാമനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 3 ടേം മണ്ഡലത്തിൽ MLA ആയിട്ടും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും ഒരു മാറ്റം അനിവാര്യമാണെന്നും UDF പ്രവർത്തകർ പറയുമ്പോൾ PT റഹീം മാറണമെന്ന വികാരം മണ്ഡലത്തിൽ ശക്തമല്ലെന്നും വികസന പ്രവർത്തനങ്ങളും ജനസമ്പർക്കവും അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളായി തുടരുകയാണെന്നും ഇടതുപക്ഷ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു. കുന്നമംഗലം പഞ്ചായത്തിൽ 4000-ലേറെ വോട്ടിൻ്റെ ലീഡാണ് UDF പ്രതീക്ഷിക്കുന്നത്. ചാത്തമംഗലം, മാവൂർ, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിൽ 1000 മുതൽ 2000 വരെ ലീഡും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടതുകോട്ടയായ ഒളവണ്ണയിൽ LDFൻ്റെ ലീഡ് കുറയ്ക്കാനായാൽ 5000-ലേറെ വോട്ടിൻ്റെ വിജയം നേടാൻ കഴിയുമെന്നാണ് UDFൻ്റെ പ്രതീക്ഷ. എന്നാൽ കുന്നമംഗലം പഞ്ചായത്തിലൊഴികെ മറ്റു പഞ്ചായത്തുകളിൽ ലീഡ് നേടുമെന്നും ഒളവണ്ണ പഞ്ചായത്തിൽ 6000-ലേറെ വോട്ടിൻ്റെ ലീഡടക്കം 10000 വോട്ടിൻ്റെ ലീഡിന് വിജയിക്കുമെന്നുമാണ് LDFൻ്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒളവണ്ണ ഒഴികെ മുഴുവൻ പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്. ഒളവണ്ണ പഞ്ചായത്തിൽ LDFൻ്റെയും കുന്നമംഗലം പഞ്ചായത്തിൽ UDFൻ്റെയും ലീഡ് കുറയ്ക്കാൻ ഇരു മുന്നണികളും പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഏതായാലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഈ രണ്ട് പഞ്ചായത്തുകളാണ് ഇരു മുന്നണികൾക്കും നിർണായകമാകുക എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.